സ്വസ്ഥ നാരി സശക്ത പരിവാർ ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് നടന്നു. ശാസ്തമംഗലം CGHS വെൽനസ് സെന്ററിൽ നടന്ന ക്യാമ്പിൽ ഡോക്ടർമാരും ജീവനക്കാരും ഗുണഭോക്താക്കളും പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി അസ്ഥിസാന്ദ്രത പരിശോധനാ ക്യാമ്പും ഓസ്റ്റിയോപെറോസിസ് രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടന്നു. CGHS തിരുവനന്തപുരം മേഖല അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ നിതിൻ M, മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KP മുത്തുബി തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്തുകൊണ്ടാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമായവരിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മരണത്തിൻ്റെ 4ാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് വന്ന് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് മരണപ്പെടുന്നത്. ഹാർട്ടിൻ്റെയും അസുഖം, സ്ട്രോക്ക്, ചെസ്റ്റ് ഇൻഫെക്ഷൻസ് കഴിഞ്ഞ് ക്യാൻസേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് വീഴ്ചകളിൽ നിന്നും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്, അതായത് മരുന്നല്ലാതെ ഏത് രീതിയിൽ നമുക്ക് ഓസ്റ്റിയോപൊറോസിസിനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങളാണ് ഡയറ്റ്, അതായത് നമ്മുടെ ആഹാര രീതിയും പിന്നെ എക്സസൈസും. ഇത് നമ്മുടെ കയ്യിലാണ്. ബാക്കിയൊക്കെ ഡോക്ടേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മളത് ഫോളോ ചെയ്യുന്നു. പക്ഷെ ഡയറ്റും എക്സസൈസും നമുക്ക് അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനും വരാതിരിക്കാനും ഒരുപക്ഷെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് പിടിക്കാനും മരുന്നിൻ്റെ ഒപ്പം തന്നെ ഇത് കൊണ്ടുപോയാൽ ഒരുപാട് സഹായകരമാണ്.